അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ച് കോടതി. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതിയുടെ മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ വിധി വന്നത്. അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ പ്രതി രാജേന്ദ്രന് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ കോടതി വിധിക്കുകയായിരുന്നു. തൂക്കുകയറല്ലാതെ മറ്റൊരു ശിക്ഷയും വിധിക്കാനാവില്ല എന്നാണ് വിധി പ്രസ്താവനയ്ക്കിടെ ജഡ്ജി വ്യക്തമാക്കിയത്. തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് ശിക്ഷ വിധിച്ചത്. പ്രതിയുടെ മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ വിധി വന്നിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് കോടതി പ്രതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. ശിക്ഷാവിധിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം കഴിഞ്ഞ 2024 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഈ കേസിൻ്റെ വിചാരണ ഇവിടെ ആരംഭിച്ചത്. കഴിഞ്ഞ 1 വർഷവും 12 ദിവസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ഇന്നിപ്പോൾ അതിൻ്റെ ശിക്ഷാവിധി വന്നിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന 3 കൊലപാതക കേസുകളിലെ പ്രതിയും കൂടിയാണ് ഈ പ്രതി രാജേന്ദ്രൻ. ആ കൊലപാതകം നടന്നത് 2014-ലാണ്. 2025 അതിൻ്റെ വിചാരണ നടപടികൾ ഇതുവരെയും നാഗർകോവിൽ കോടതിയിൽ തുടങ്ങിയിട്ടേ ഇല്ല. സീരിയൽ കില്ലറാണ്. കാര്യം പ്രതി സമൂഹത്തിനൊരു ഭീഷണിയാണ്. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ എടുത്തത്. വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ പ്രതി അർഹിക്കുന്നില്ല. 2022 ഫെബ്രുവരി 6-നായിരുന്നു കൊലപാതകം നടന്നത്. അലങ്കാരച്ചെടി വിൽപ്പന സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വിനീതയുടെ കഴുത്തിൽ കിടന്ന് സ്വർണമാല മോഷ്ടിക്കാനാണ് തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത്. പ്രതി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് വിനീതയെയും കൊലപ്പെടുത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.